കേരളത്തിലെ സഭാ തർക്കം ഏതാണ്ട് 114 വർഷത്തോളമായി തുടർന്നു വരുന്ന ഒരു വലിയൊരു പ്രശ്നമാണത്. ഇവിടെ പല ഘട്ടത്തിലായിട്ട് ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് പിണറായി സർക്കാർ ഇരുന്നപ്പോഴും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് പറഞ്ഞ് പല ഘട്ടങ്ങളിലും വിശ്വാസികളെ വഞ്ചിക്കുന്ന ഒരു നിലപാടാണ് ഇരു കൂട്ടരും എടുത്തത്. LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടരുത്, തമ്മിലടിപ്പിച്ച് രണ്ടു കൂട്ടരുടെയും വോട്ട് നേടുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവരുടെ രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. ഒരുപക്ഷെ കഴിഞ്ഞ 7 പതിറ്റാണ്ടുകളായിട്ട് ഭരണത്തിലിരുന്ന കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവരുടെ മുഖ്യമന്ത്രിമാര് ആത്മാർത്ഥമായിട്ട് ഈ കാര്യത്തിൽ ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ സഭാതർക്കം വളരെ പണ്ടേ പരിഹരിച്ചിരുന്നേനെ. അപ്പോ ഇവിടുത്തെ രാഷ്ട്രീയ ശക്തികൾ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കരുത് എന്ന ചിന്താഗതിയോടുകൂടിയാണ് ഇതിൽ ഇടപെട്ടിട്ടുള്ളത്. കാരണം ഇത് പരിഹരിക്കപ്പെട്ടു പോയി കഴിഞ്ഞാൽ അവരുടെ വോട്ട് ബാങ്കുകൾ നഷ്ടപ്പെടുമെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിനെ തുടർന്നാണ് അങ്ങനെ ഒരു നിലപാട് അവരെടുത്തത്. ഞാൻ എൻ്റെ അച്ഛനായിട്ട് തന്നെ ഈ കാര്യത്തിൽ ഒരുപാട് ശ്രമങ്ങൾ നടത്തി. പക്ഷേ അന്നത്തെ പരിമിതികൾ കാരണം അതിലൊരു തീരുമാനങ്ങൾ അല്ലെങ്കിൽ അതൊരു പരിഹാരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല എന്നുള്ളതാണത്. പക്ഷേ ഇപ്പോൾ 2020 പാർട്ടി NDAയുടെ ഭാഗമായതോടുകൂടി അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അതിനൊരു പരിഹാരം കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ഇന്നലെ സഭാ നേതാക്കന്മാർ പ്രധാനമന്ത്രിയുമായിട്ട് ചർച്ച നടത്താനായിട്ടുള്ള ഒരു അവസരം ഞാൻ ഒരുക്കിയത്. ഏതാണ്ട് 1 മണിക്കൂറോളം പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ ശ്രദ്ധയോടെ കേട്ടു. അതിനെപ്പറ്റി അദ്ദേഹം ചർച്ചയ്ക്ക് മുമ്പ് തന്നെ വ്യക്തമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ഈ 114 വർഷത്തിനുള്ളിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ആദ്യമായിട്ടാണ് കേരളം എന്ന ഇതുപോലെയുള്ള ഒരു കൊച്ചു സംസ്ഥാനത്തിൽ 2 സഭകൾ തമ്മിലുള്ള ആ ഒരു തർക്കം കേന്ദ്ര ഗവൺമെന്റിന്റെ, അത് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള ശ്രദ്ധയിൽപ്പെടുത്തുന്നതും പ്രധാനമന്ത്രിയെ ഇടപെടുത്തുന്നതും. അവിടെ അദ്ദേഹം ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കാണണം എന്നുള്ള തീരുമാനമാണ് അറിയിച്ചത്. ഇങ്ങനെയുള്ള തർക്കങ്ങൾ, പ്രത്യേകിച്ച് മതപരമായിട്ടുള്ള തർക്കങ്ങൾ, കോടതികളിൽ കൂടിയല്ല പരിഹരിക്കപ്പെടേണ്ടത്. അത് മീഡിയേഷൻ വഴി സമവാക്യത്തിലൂടെ രണ്ടു കൂട്ടരെയും അവരുടെ വേദനിപ്പിക്കാതെ രണ്ടു കൂട്ടർക്ക് സമ്മതമായിട്ടുള്ള ഒരു തീരുമാനത്തിലെത്തി പറ്റുമെങ്കിൽ ഈ ഇരുസഭകളും ഒന്നിച്ചു പോകണമെന്ന ആഗ്രഹമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ അതിന് വേണ്ട എല്ലാ നടപടികളും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എടുക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന 1-2 ആഴ്ചയ്ക്കുള്ളിൽ അതിനുള്ള നടപടികളിലേക്ക് നീങ്ങുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഏത് രീതിയിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടത് കേരളത്തിൻ്റെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ ഒരാവശ്യമാണ്. അതുകൊണ്ട് ഇരു കൂട്ടരും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ നടത്തേണ്ടതാണെങ്കിൽ നടത്തി. ഇത് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ 10-40 വർഷക്കാലമായിട്ട് ഒരുപാട് പോലീസ് നടപടികൾ, കോടതി നടപടികൾ
ഒട്ടനവധി ആളുകൾ, ആയിരക്കണക്കിന് കേസുകൾ എടുക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഒരുപാട് വിശ്വാസികൾ ജയിലിൽ പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾക്ക് പള്ളിയിലേക്ക് പോകുന്നത് തന്നെ ഭയമായിരിക്കുകയാണ്. കാരണം അവരുടെ പേരിൽ കേസുകൾ വരുമോ, നിയമ നടപടികൾ വരുമോ എന്ന്. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഈ പറയുന്ന വിശ്വാസം നഷ്ടപ്പെടാൻ സാധ്യതകളുണ്ട്. നമുക്കറിയാം, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സഭകളിൽ പുതുതലമുറ ഈ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ അത് ഈ സഭ തന്നെ, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെയൊരു സഭ ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് പോകും. കാരണം കൂട്ടമായിട്ടുള്ള യുവാക്കളുടെ ഈ നാട് വിട്ടു പോകുമ്പോൾ ഈ തലമുറ തീരുന്നതോട് കൂടിയിട്ട് ഇവിടെ ഇപ്പോൾ തന്നെ ന്യൂനപക്ഷമായിട്ടുള്ള ക്രിസ്ത്യൻസ് ഒരു പക്ഷേ കലാകാലങ്ങൾ കൊണ്ട് ഇല്ലാതാകുന്ന സാഹചര്യത്തിലേക്ക് വരും. അപ്പോൾ ഈ സാഹചര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് നിൽക്കേണ്ടത് കേരളത്തിൻ്റെ ആവശ്യമാണ്. ഇവിടെ സമാധാനം നിലനിർത്തേണ്ടത് ആവശ്യമാണ്. പള്ളികളിൽ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾക്ക് സമാധാനത്തോടെ പോകാനും പ്രാർത്ഥിക്കാനും ഉള്ള അവസരങ്ങൾ ഒരുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള വിശ്വാസികൾ, എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം 99% ആളുകളും ഇതിനൊരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ ഇടപെടലോട് കൂടിയിട്ട് ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ പ്രവർത്തിക്കുന്നതും അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ 114 വർഷങ്ങളായിട്ട്, അതായത് നമ്മൾ പലരും ജനിക്കുന്നതിന് മുമ്പേ തുടങ്ങിയ ഒരു തർക്കം നമ്മുടെ പ്രധാനമന്ത്രിക്ക് തീർക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇനി വരുന്ന തലമുറയെങ്കിലും അവർക്കെങ്കിലും സമാധാനത്തോടെ പള്ളികളിൽ പോകാനും പ്രാർത്ഥിക്കാനുമായിട്ടുള്ള ഒരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭ്യർത്ഥന. ഇത് കൂടാതെ ഇപ്പോൾ നമുക്കറിയാം, ന്യൂനപക്ഷത്തിൽ തന്നെ ഒരു മാക്രോ ന്യൂനപക്ഷമാണ് ക്രിസ്ത്യൻ സഭകൾ. അപ്പോൾ ഈ ക്രിസ്ത്യാനികൾ അങ്ങനെ വരുമ്പോൾ പല അവകാശങ്ങളും അവർക്ക് നിഷേധിക്കപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അതിന് പ്രത്യേകമായിട്ട് ന്യൂനപക്ഷങ്ങളിൽ തന്നെ മാക്രോ ന്യൂനപക്ഷത്തിന് പ്രത്യേകമായിട്ടുള്ളൊരു നിയമം ഉണ്ടാക്കണമെന്നുള്ള കാര്യവും ഇന്നലെ ചർച്ചയിൽ വന്നു. അത് പ്രധാനമന്ത്രി വളരെ ഗൗരവത്തോടു കൂടി തന്നെ അതിനെ കാണുന്നുണ്ട്. അതും അദ്ദേഹം അതിന് വേണ്ട കാര്യങ്ങൾ ആലോചിച്ച് ചെയ്യാമെന്ന് ഉള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് ഇന്നലത്തെ ചർച്ചയിലുണ്ടായത്. ഏതായാലും വളരെ ശുഭപ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പ്രശ്നത്തിന്, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തിയാൻ സാധിച്ചാൽ നമ്മൾ ഈ തലമുറയോട് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പുണ്യമായിട്ട് ഞാൻ കരുതുന്നു. ഒരു സഭാ നേതൃത്വമായിട്ടുമായിരുന്നല്ലോ നേരിട്ടുള്ള ചർച്ച നടന്നത്. മറ്റേ ഓർത്തഡോക്സ് സഭ എന്ത് പറയുന്നു ഇക്കാര്യത്തിൽ? അല്ല, ഇന്ന് നമ്മുടെ പരിശുദ്ധ ബാവയുടെ പ്രതികരണം വന്നിട്ടുണ്ടല്ലോ. അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. അത് തന്നെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, വിട്ടുവീഴ്ചകൾ നടത്തി രണ്ട് കൂട്ടരും ഒരു സമാധാനത്തിലേക്ക് കൊണ്ടുവരാനായിട്ടാണ് ശ്രമിക്കേണ്ടത്. സുപ്രീം കോടതി വിധിക്കനുസൃതമായാണ് അദ്ദേഹം അതിന് സ്വാഗതം ചെയ്തത്. അതായത് 2017, 1958 അങ്ങനെ തുടങ്ങിയ വിധികളെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ തന്നെ ഇപ്പം നിങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടിരിച്ച് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ മലങ്കര സഭയുടെ തത്വം നിലനിർത്തിക്കൊണ്ടുള്ള മുന്നോട്ട് പോകണം. വിഭജനം പാടില്ല, വിഭാഗിച്ച് പോകരുത് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതായത് ആ വിധിയിൽ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഓർത്തഡോക്സ് സഭ പറയുന്നത്. അതായത് മലങ്കര പള്ളികൾ ആ രീതിയിൽ തന്നെയാണ് ഭരിക്കപ്പെടേണ്ടതെന്നുള്ള തത്വം. അതിൽ നിന്നും ഒരു അതായത് സംസ്ഥാന സർക്കാരും ഈ ചർച്ചകൾ വെച്ചപ്പോൾ ആ നിർദ്ദേശം തന്നെയാണ് ഓർത്തഡോക്സ് സഭ മുന്നോട്ട് വെച്ചത്. നമ്മളിപ്പോ എത്രയോ വർഷങ്ങളായിട്ട്
കീഴ്ക്കോടതികൾ, ഹൈക്കോടതി, സുപ്രീം കോടതി, അത് വീണ്ടും ഇവിടെ വരുന്നു, വീണ്ടും തിരിച്ചു പോകുന്നു. കോടതി വഴി ഇതിനൊരു പരിഹാരം കണ്ടെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു 100 വർഷം അല്ലെങ്കിൽ 500 വർഷം കഴിഞ്ഞാലും ഇതിനൊരു പരിഹാരമാകില്ല. കാരണം ഏത് വിധിയെയും വീണ്ടും ചോദ്യം ചെയ്തുകൊണ്ട് ഇരു കൂട്ടരും പോകും. അപ്പോൾ ഇതിപ്പോൾ പലർക്കും ഇരു കൂട്ടർക്കും ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം. അത് തന്നെയാണ് പ്രധാനമന്ത്രി പറഞ്ഞതും, ഒരു മീഡിയേഷൻ വഴി രണ്ടുപേരെയും കേട്ടിട്ട് അതിന് ഒരു മീഡിയേഷൻ കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ആ മീഡിയേഷനിൽ കൂടി ഇത് പരിഹരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു മീഡിയേഷൻ പറയുമ്പോൾ രണ്ടു കൂട്ടരെയും കേൾക്കുന്നു, രണ്ടു കൂട്ടർക്കും അവരുടെ അവകാശവാദങ്ങളുണ്ട്. അപ്പോൾ അതിന് ന്യായമായിട്ടുള്ള നീതിപൂർവമായിട്ടുള്ള ഒരു നടപടി കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുണ്ടാകുമ്പോൾ അത് അംഗീകരിക്കാൻ രണ്ടു കൂട്ടരും ബാധ്യസ്ഥരാണത്. അതിനാണല്ലോ നമുക്ക് ഈ ഗവൺമെന്റും ഈ സംവിധാനങ്ങളൊക്കെ ഉള്ളത്. നിയമം മൂലമല്ലാതെ ഒരു ഇതുണ്ടായ ഒരു തീരുമാനമാവാം. പലപ്പോഴും ഇപ്പോൾ യാക്കോബായ സഭയാണെങ്കിൽ പോലും നിയമങ്ങൾ നിർമ്മിക്കണമെന്നാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് സെക്രട്ടറി ബില്ല് ഉൾപ്പെടെ കൊണ്ടുവന്നപ്പോൾ പോലും അതിനപ്പുറത്തേക്ക് ഒരു നിയമം വേണമെന്നായിരുന്നു യാക്കോബായ സഭ കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ യാക്കോബായ സഭയുടെ സ്വത്ത് നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള നിയമം നിർമ്മിക്കണം എന്നുള്ളതായിരുന്നു പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇതിപ്പോ നമുക്കറിയാം, ഇന്ത്യ ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയിട്ടുണ്ട് ഈ വിഷയം. അദ്ദേഹം എന്ത് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിന് നീതിപൂർവമായിട്ട് ഇരു കൂട്ടർക്കും സമ്മതമായിട്ടുള്ള ഒരു തീരുമാനം അദ്ദേഹം കണ്ടെത്തുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. നമുക്ക് അതിനായിട്ട് കാത്തിരിക്കാം. നമുക്കിത് കോടതി വഴി ഒരിക്കലും പരിഹരിക്കരുത്. ഇവിടുത്തെ പാവപ്പെട്ട വിശ്വാസികൾ അനുഭവിക്കട്ടെ, ഇനിയും അനുഭവിക്കട്ടെ, നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടു പോകട്ടെ എന്ന് നമ്മൾ ചിന്തിക്കരുത്. ഇതിനെ പോസിറ്റീവായിട്ട് കാണണം. പരിഹാരമല്ലേ വേണ്ടത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഇവിടെ ഭരിച്ച കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും അവരുടെ മുഖ്യമന്ത്രിമാര് പല ഘട്ടങ്ങളിലായിട്ട് ഇരുകൂട്ടരുമായിട്ട് ചർച്ച ചെയ്ത് അവരെ വഞ്ചിക്കുകയായിരുന്നു. ഇതിന് ആത്മാർത്ഥമായിട്ടൊരു തീരുമാനമുണ്ടാകണം, പരിഹാരമുണ്ടാകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ഇത് പരിഹരിക്കാതിരുന്നത്. അതുകൊണ്ടാണ് കോടതികളിലേക്ക് പോയത്. അപ്പോൾ അവർ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിരുന്നുവെങ്കിൽ ഇപ്പൊ കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് LDF ഗവൺമെന്റ് ഇതിന് പരിഹാരമുണ്ടാക്കാമെന്ന് ഉറപ്പ് കൊടുത്തുകൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഈ നിയമസഭ പിരിയുന്നത് വരെ പല വിശ്വാസികളും വിചാരിച്ചിരുന്നു ഇതിന് പരിഹാരമുണ്ടാകുമെന്ന്. പക്ഷെ ഉണ്ടായില്ല. അപ്പോൾ ഇത് കഴിഞ്ഞ 10-30 വർഷക്കാലമായിട്ട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ഈ പറയുന്ന ഇരു വിഭാഗങ്ങളെയും അവർക്ക് പരിഹാരമുണ്ടാക്കാം എന്ന് പറഞ്ഞ് വഞ്ചിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോ ഏറ്റവും ഇതിനെല്ലാം ഉപരിയായിട്ട് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ഈ വിഷയം ആദ്യമായിട്ടാണ് ഇന്ത്യയുടെ ഒരു പ്രധാനമന്ത്രിയുടെ മുമ്പിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. ഈ വിഷയം എനിക്ക് തോന്നുന്നത് കേരളത്തില് സാധാരണ വിശ്വാസികൾക്ക് അറിയാവുന്നതിൽ കൂടുതലായിട്ട് തന്നെ പ്രധാനമന്ത്രി പഠിച്ചിരിക്കുന്നു. കൃത്യമായിട്ട് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് ഇത് ഒരു മീഡിയേഷൻ, കോടതിക്ക് പുറത്ത് മീഡിയേഷനിൽ കൂടി മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാകൂ. അല്ലെങ്കിൽ നമ്മൾ ഇതേ രീതിയിൽ അടിയും കേസും ജയിലുമൊക്കെ ആയിട്ട് ഈ വിശ്വാസികൾ മുന്നോട്ട് പോകേണ്ടി വരും. അപ്പോൾ ഇരു സഭകളിലും, ഞാനിപ്പോ ഒരു വിഭാഗത്തിന്റെയും വ്യക്താവല്ല, ഇരു സഭകളിലും ഇത് തീരരുത് എന്ന് വിചാരിക്കുന്ന ചില ആളുകളും ഇതിനകത്തുണ്ട്. അപ്പൊ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത് പ്രധാനമന്ത്രി തന്നെ ഇടപെട്ട് ഈ കാര്യത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിച്ചതും അദ്ദേഹത്തിന് മുമ്പിൽ എത്തിച്ചതും. അദ്ദേഹം അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അതിപ്പോ തീർച്ചയായിട്ടും നമുക്ക് അവിടെ നിന്ന് ഓഫീസിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ്. അധികം താമസിയാതെ 1-2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അതിന്റെ നടപടികളിലേക്ക് പോകുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് രണ്ട് സഭകളും ഒന്നായി പോകണമെന്നുള്ളതാണോ, അതോ ഇപ്പോഴത്തെ രീതിയിൽ തന്നെ രണ്ട് രീതിയിൽ രണ്ട് രീതിയിൽ തന്നെ പോകും, രണ്ട് രീതിയിൽ തന്നെ ഭരിക്കപ്പെടുന്നു, ശക്തമായ രീതിയിൽ തന്നെ പോകുന്നു, ആ രണ്ട് സഭകളായിട്ട് നടക്കുന്നത്?
എന്നുള്ളത് തന്നെയാണ്. പ്രധാനമന്ത്രിയുടെ ആഗ്രഹം ഇവിടെ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യൻ സഭകൾ ഇതുപോലെ തർക്കങ്ങളിൽ കൂടി ഛിന്ന ഭിന്നമായി പോകരുത്, എല്ലാവരും ഒന്നിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യ വാക്കുകൾ തന്നെ അതായിരുന്നു. അപ്പോൾ അത് നടന്നില്ലെങ്കിലാണ് പ്ലാൻ ബിയിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അതിനായിരിക്കും അദ്ദേഹം ആദ്യം ശ്രമിക്കുക. അത് നടന്നില്ലെങ്കിൽ പ്ലാൻ ബി ഉണ്ടായിരിക്കാം. അത് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ പരിഹാരം കണ്ടെത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇതില് ഞാനിപ്പോ വെറും 4 ആഴ്ചയായുള്ളൂ NDAയിൽ വന്നിട്ട്. ഈ 4 ആഴ്ചക്ക് മുമ്പ് എനിക്ക് ഇതുമായിട്ട് ഏതെങ്കിലും അധികാരങ്ങളോ അല്ലെങ്കിൽ ആക്സസോ ഉണ്ടായിരുന്നെങ്കിൽ ഞാനിത് പണ്ടേ ചെയ്തിരുന്നേനെ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, എൻ്റെ പിതാവായിട്ട് തുടങ്ങി വെച്ചതാ അത്. ഈ സഭയുടെ പ്രശ്നം തീർക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ പിതാവ്. അദ്ദേഹം അതിന് ശ്രമിച്ചു. അദ്ദേഹത്തിൻ്റെ പരിമിതികൾ വെച്ച് അത് സാധിച്ചില്ല. ഇന്ന് ഞാൻ ഈ NDAയിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കതിനൊരു അവസരം കിട്ടി. അത് പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ പെടുത്തി അതിന് പരിഹാരമുണ്ടാക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. ഇതിൽ ഒരു രാഷ്ട്രീയവുമില്ല. കാരണം ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, രാഷ്ട്രീയം മതത്തിൽ ഇടപെടുന്നതും മതം രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതും ശരിയല്ല. രാഷ്ട്രീയത്തിനെ മതത്തിന് പുറത്ത് നിർത്തണം. നമ്മുടെ ക്ഷേത്രങ്ങളായിക്കോട്ടെ പള്ളികളായിക്കോട്ടെ രാഷ്ട്രീയക്കാരെ ഇതിൽ നിന്ന് പടിക്ക് പുറത്ത് നിർത്തണം എന്നുള്ള ആളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് ഇതില് ഈ ഒരു സമയത്ത് വന്നു എന്നുള്ളത്, ഞാൻ NDAയിൽ ചേർന്ന് 4 ആഴ്ചയായുള്ളൂ. അന്ന് മുതൽ കേരളത്തിന്റെ വിവിധ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് എടുത്ത ഒരു പ്രശ്നമാണിത്. അല്ലാതെ ഇതിനകത്ത് ഇതുകൊണ്ട് വോട്ട് നേടാമെന്നോ അല്ലെങ്കിൽ ആ വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടോ ഒരു എടുത്ത നടപടിയല്ല. അത് ചെയ്തത് ഇവിടുത്തെ LDFും UDFുമാണ്. കഴിഞ്ഞ 10-40 വർഷക്കാലമായിട്ട് ഈ 2 വിഭാഗത്തിനെയും ഈ പ്രശ്നം തീരരുത് എന്ന് പറഞ്ഞ്, പക്ഷേ ഞങ്ങൾ തീർക്കാമെന്ന് അവർക്ക് വ്യാമോഹം കൊടുത്ത് വഞ്ചിച്ചുകൊണ്ടിരുന്നത്. എൻ്റെ ജോലി അതല്ല. എനിക്ക് 100% ആത്മാർത്ഥമായിട്ട് ഈ പ്രശ്നം പരിഹരിക്കപ്പെടണം എന്നുണ്ട്. അത് കേരളത്തിലെ ഒരു പ്രശ്നമാണ്. അതുപോലെ കേരളം നേരിടുന്ന എല്ലാ പ്രശ്നങ്ങളും കേന്ദ്രത്തിൽ എത്തിച്ച് അതാത് വകുപ്പുകളിൽ എത്തിച്ചിട്ട് എല്ലാ പ്രശ്നങ്ങളും കേരളത്തിന്റെ പരിഹരിച്ച് കേരളത്തിനെ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളോടൊപ്പം തന്നെ ആ വികസനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് ഞാൻ നടപ്പിലാക്കുകയും ചെയ്യും. അതില് ഈ കാര്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കുകയാണ് ചെയ്തത്. ഇതിനു വേണ്ടി മാത്രമായിട്ടാണ് ബാവ അവിടെ നിന്ന്, ഓസ്ട്രേലിയയിലായിരുന്നു, അവിടെ നിന്ന് ഇവിടെ വന്നു. ഇന്ന് രാവിലത്തെ ഫ്ലൈറ്റിന് അദ്ദേഹം തിരിച്ചു പോവുകയും ചെയ്തു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലൊക്കെ BJP നേതാക്കൾ സഭയുടെ അരമനകൾ കയറി കേക്ക് വിതരണം ചെയ്യുകയും കലണ്ടർ കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് കണ്ടതാണ്. ആ ഘട്ടത്തിലൊന്നും അവർ ഇത്തരം വിഷയങ്ങൾ ഉയർത്തിയിട്ടില്ല. താങ്കൾ വന്ന ശേഷം താങ്കൾ ഇനിയിപ്പോ BJPയുടെയും സഭയുടെയും ഇടയിലുള്ള ഒരു മീഡിയേറ്റർ റോളിലേക്ക് മാറുകയാണോ? ഇതില് നമ്മൾ കഴിഞ്ഞ തവണ എന്നുള്ളതല്ല, ഏതൊരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴും നമ്മൾ BJPയെ മാത്രം പറയുന്നു. ഇന്നലെ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാര് കോൺഗ്രസിന്റെ ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റിന്റെ ആയിക്കോട്ടെ, BJPയുടെ ആയിക്കോട്ടെ, ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാ സഭാ മേലധ്യക്ഷന്മാരുടെയും സഭാ കേന്ദ്രങ്ങളിലും കയറി ഇറങ്ങുന്നത് പതിവാണത്. അതിന്റെ ഒരു ഭാഗമായിട്ട് കേക്കോ എന്തോ എനിക്ക് അതിനെപ്പറ്റി അറിയില്ല, ഞാനത് പറയാൻ ആളുമല്ല അത്. പക്ഷെ ഇക്കാര്യത്തില് ഒരിക്കലും ഇതിന്റെ BJP എന്നുള്ള അല്ലെങ്കിൽ അവരുടെ ഒരു ഇനിഷ്യേറ്റീവോ, ഇത് ഞാൻ ഈ NDAയിൽ വന്നു കഴിഞ്ഞപ്പോൾ കേരളത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം അത് അവിടെ ടേക്കപ്പ് ചെയ്തു. അല്ലാതെ ഇതിനെ രാഷ്ട്രീയപരമായിട്ട് BJPക്കോ 2020ക്കോ യാതൊരു ലക്ഷ്യവും ഇക്കാര്യത്തിലില്ല. ഇത് സമാധാനമായിട്ട് പരിഹരിച്ചു കഴിഞ്ഞാൽ എത്രയോ ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസമുള്ളൊരു കാര്യമാണത്. അപ്പൊ
അപ്പം അതിനെ നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. അതിനെ നെഗറ്റീവായിട്ട് എടുത്തിട്ട് അതിനെ ഇല്ലാതാക്കാനല്ല ശ്രമിക്കുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കണം. രണ്ട് സഭകൾ തമ്മിൽ തല്ലി അടിച്ച് ചാകുന്നതിലും ഭേദമല്ലേ അതൊരു സമാധാനം ഉണ്ടാകുന്നത്? അതിലെന്തിനു നമ്മൾ രാഷ്ട്രീയം കലർത്തുന്നു? സാബുജി കേരളത്തിന്റെ ഒരു മതസൗഹൃദ അന്തരീക്ഷം കാത്തു സൂക്ഷിക്കണം, അതുപോലെ തന്നെ ഈ കേരളം വളരണം അല്ലേ, ആ ഒരു ആശയം വെച്ച് നടക്കുന്ന ആ ഒരു വ്യക്തി തന്നെയാണ്. അപ്പൊ ഈ ഇടയ്ക്കായിട്ട് ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടല്ലോ, കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞാൽ. അതിൽ വളരെ വിഭിന്നമായിട്ടുള്ള പുതിയ ആശയങ്ങൾ, അതായത് നമ്മുടെ കേരളത്തിനോട് യോജിക്കാത്ത തരത്തിലുള്ള ആശയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ്, കേരളത്തെ താറടിക്കുന്ന രീതിയിലുള്ള സിനിമയാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമുക്ക് ഈ സിനിമ എന്ന് പറയുമ്പോൾ അതൊരു കലയാണത്. നമ്മൾ സിനിമയിൽ എന്തെല്ലാം രംഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ബലാത്സംഗ കേസുകൾ, ബലാത്സംഗം ചെയ്യുന്നത് കാണുന്നുണ്ട്, കൊലപാതകങ്ങൾ കാണുന്നുണ്ട്, കലാപങ്ങൾ കാണുന്നുണ്ട്. അതൊക്കെ നമ്മൾ സിനിമ ആ ഒരു കലയുടെ ഭാഗമായിട്ട് മാത്രമേ അതിനെ കരുതാമുള്ളൂ. അതിനേക്കാൾ കവിഞ്ഞ് ആരെങ്കിലും ഒരു കൊലപാതകം നടത്തിയാൽ ആ ഒരു സിനിമ പ്രദർശിപ്പിച്ചാൽ എല്ലാവരും കൊലപാതകം ചെയ്യണമെന്നുണ്ടോ? അപ്പോൾ നമ്മൾ ഒരു സിനിമ നിർമ്മിക്കുമ്പോൾ അതിലൊരു കഥയുണ്ടാകാം. അത് ഇഷ്ടമുള്ള ആളുകൾ കാണട്ടെ, ഇഷ്ടമില്ലാത്ത ആളുകൾ കാണണ്ട. ഇനി അത് നിയമവിരുദ്ധമാണ്, അങ്ങനെയാണെങ്കിൽ അതിന് സർക്കാരുണ്ട് ഇവിടെ. ആ സർക്കാരിന് നിയമമനുസരിച്ച് അതിനെ നിരോധിക്കാം. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല? അതിന് പകരം കോടതിയിൽ പോയി, കോടതി അത് സ്റ്റേ ചെയ്തു, അത് ഉടനെ തന്നെ അതിന്റെ മേൽക്കോടതി അത് വീണ്ടും റിലീസ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? അത് അപ്പൊ അത് നിയമപരമായിട്ട് അവർക്ക് അതിനെ തടയാൻ സാധിക്കില്ല. അപ്പൊ നമുക്കെന്താ അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം? പിന്നെ സിനിമയെ നമ്മളൊരു ആ ഒരു കലയുടെ ഭാഗമായിട്ട് എടുക്കണം. അതിലുണ്ടാകാവുന്ന രംഗങ്ങൾ ഓരോന്നും നമ്മൾ ഒരു കൊലപാതകം നടത്തി അത് പാടില്ല. അത് സിനിമയുടെ ഒരു സ്റ്റോറിയുടെ ഒരു ഭാഗമായിട്ടേ കരുതാമുള്ളൂ. ഒരു ഫിക്ഷസ് സ്റ്റോറിയാണ്, ഒരു ഫിക്ഷസ് ക്യാരക്ടേഴ്സ് സിനിമ, അത്രമാത്രം നമ്മൾ കണ്ടാൽ മതി ആ സിനിമയെ കുറിച്ച് അല്ലേ? അല്ല, ഏത് സിനിമയെ അങ്ങനെയാണ് കാണേണ്ടത്? ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല. ഞാൻ വായിച്ചു കേട്ടതും അറിഞ്ഞതും മനസ്സിലമേ ഉള്ളൂ. ഞാൻ കണ്ടിട്ടില്ല, ഞാൻ സിനിമ കാണുന്ന ആളുമല്ല. പക്ഷെ അതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ഇതിന്റെ നിർമ്മാതാവും സംവിധായകനും മാധ്യമങ്ങളെ കാട്ടിയിരുന്നു. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം, ഇതെല്ലാം നടന്ന കഥയെ അടിസ്ഥാനമാക്കിയുള്ള ഒന്നാണെന്നുള്ളതാണ്. അങ്ങനെയാണ് കേരളം എന്ന് താങ്കൾ ചിന്തിക്കുന്നുണ്ട്? ഇത് പറഞ്ഞ ആളോട് ചോദിക്കേണ്ട ചോദ്യമാണത്. എനിക്ക് ഈ ഏത് സിനിമകളിലും നമ്മൾ ആദ്യമേ തന്നെ എഴുതി കാണിക്കുന്ന ഒരു വരികളുണ്ട്. ഇതിൽ ജീവിച്ചിരിക്കുന്നവരും അല്ലെങ്കിൽ ഇല്ലാത്തവരെയും സദൃശ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടാകാമെന്ന്. അദ്ദേഹം കണ്ട കഥ എന്താണെന്നോ, ഏത് സിനിമയ്ക്കും ഒരു കഥയുണ്ടാക്കുമ്പോൾ ആരുടെയെങ്കിലുമൊക്കെ ജീവിത അനുഭവങ്ങളും അല്ലെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ക്രിയേറ്റീവായിട്ടുള്ള ഏതെങ്കിലും കഥകളായിരിക്കാം. അത് എന്താണെന്ന് ഉത്തരം പറയേണ്ടത് അതിന്റെ പ്രൊഡ്യൂസറാണ്. അത് കോടതിയിൽ പോയി, കോടതി അതിന് അനുവാദം കൊടുത്തു. അതിന്റെ അർത്ഥം എന്താ? അത് ഇന്നത്തെ ഭരണഘടന അനുസരിച്ച് ഒരു വ്യക്തിക്ക് ആ സ്വാതന്ത്ര്യം അനുസരിച്ച് ആ ഒരു കഥ കാണാമെന്നാണത്. ഇത് തന്നെയാണല്ലോ കമലഹാസന്റെ ഒരു ഫിലിം കർണാടകയില് ഗവൺമെന്റ് നിരോധിച്ചു. എന്തുണ്ടായി? അവസാനം കോടതി ഇടപെട്ട് അത് വീണ്ടും റിലീസ് ചെയ്യാനായിട്ടുള്ള അനുവാദം കൊടുത്തു, അല്ലേ? അപ്പൊ നമുക്ക് അന്തിമമായിട്ട് നമ്മളൊക്കെ സാധാരണ ജനങ്ങളാണിത്. നമ്മുടെ അഭിപ്രായങ്ങൾ നമുക്ക് പറയാം. പക്ഷെ അന്തിമമായിട്ട് നിയമപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ടാണ് കോടതി സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ ഒരു കോടതി സംവിധാനം അത് ശരിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും തെറ്റാണ് എന്ന്? അപ്പൊ എനിക്കതിൽ പറയാനുള്ളത്, സിനിമ കാണേണ്ടവർ കാണട്ടെ, കാണാത്തവർ കാണണ്ട. കേരളത്തില് ബീഫ് നിരോധിക്കണം. ഇതിലെല്ലാം വ്യക്തി സ്വാതന്ത്ര്യങ്ങളാണത്. ഞാൻ ബീഫ് കഴിക്കാറില്ല, ഞാൻ ഒരു മീറ്റും കഴിക്കാറില്ല. അത് എൻ്റെ ഒരു താല്പര്യത്തിനനുസരിച്ച് ഞാൻ ചെയ്യുന്ന വ്യക്തി സ്വാതന്ത്ര്യമാണത്. ആര് ബീഫ് കഴിക്കണം, ആര് ഫിഷ് കഴിക്കണം, ആര് വെജിറ്റേറിയൻ കഴിക്കണം എന്നെല്ലാം വ്യക്തി സ്വാതന്ത്ര്യങ്ങളാണ്. അതൊക്കെ ഭരണഘടനയിലുള്ള സ്വാതന്ത്ര്യമാണത്. നമ്മൾ അതിനെപ്പറ്റി എന്തിനാണ് ഇതിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നത്? എൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് വികസനമാണ്. നമ്മൾ ഇങ്ങനെയുള്ള അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്ത് അതൊക്കെ ഒരു കോൺട്രവേഴ്സി ആക്കി നമ്മൾ വികസനം നടത്താത്ത, അതായത് ഇപ്പോൾ ഇവിടെ ഭരിക്കുന്ന LDF ആയിക്കോട്ടെ, ഇതിനു മുമ്പ് ഭരിച്ച UDF ആയിക്കോട്ടെ, അവരുടെ കൈകൾ ശൂന്യമാണ്. അപ്പൊ ആ ശൂന്യത മറച്ചു വെക്കാനായിട്ട് വിവാദങ്ങൾ ഉണ്ടാക്കി അവര് അതിനൊരു മൂടുപടം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്.
എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ എൻ ഡി എയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വികസനം ഫോക്കസ് ചെയ്തുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ്, അല്ലാതെ വിവാദങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്, സീറ്റ് ആഗ്രഹിച്ചുകൊണ്ടോ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ MLA ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ മന്ത്രി ആകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടല്ല ഞാൻ NDAയിലേക്ക് വന്നത്. ഞാൻ എന്തിനു വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് വന്നോ, ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, ഇവിടെ കേരളത്തിന്റെ വികസനം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നോട്ട് വെച്ച പദ്ധതികൾ ഞാൻ തനിയെ നിന്നാൽ എന്നെ മുന്നോട്ട് വിടില്ല എന്നുള്ളൊരു സാഹചര്യത്തിലാണ് ഞാൻ NDAയിൽ വന്നത്. അപ്പോൾ ഞാൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, ആ വികസന ആശയങ്ങൾ തന്നെയാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ അവരുമായിട്ട് കൈകോർത്ത് ഒന്നിച്ചു പോകുമ്പോൾ അതൊരു വലിയ വിജയമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ഒരുപക്ഷെ എനിക്ക് ഈ ജില്ലയിൽ ഇനി വർഷങ്ങൾ കഴിയുമ്പോൾ സാധിക്കുമായിരിക്കാം. പക്ഷെ ഇത് NDAയോടൊപ്പം ചേരുമ്പോൾ ഈ കേരള സംസ്ഥാനത്ത് 14 ജില്ലകളിലും ഈ വികസനം, ആ വികസന കാഴ്ചപ്പാട് മറ്റേതൊരു സംസ്ഥാനത്തിനേക്കാളും നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് ബോധ്യം വന്നതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് ചേർന്നത്. അപ്പൊ അതുകൊണ്ട് ഇതുവരെയും ഈ സീറ്റിനെ പറ്റിയോ എനിക്ക് കിട്ടുമോ അല്ലെങ്കിൽ മത്സരിക്കുമോ അങ്ങനെയുള്ള ഒരു ചർച്ചയും ഇന്ന് വരെ നടന്നിട്ടില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞത്. കാരണം ഇങ്ങനെയുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എല്ലാവരും ആദ്യം സീറ്റിനെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ഒരു വിഷയമേ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു നിലപാട്, അവിടെ മുഖ്യ കക്ഷികൾ എന്ന് പറയുന്ന BJP, BDJS, 2020, പിന്നെ ചെറിയ ചെറിയ സഖ്യകക്ഷികളാണത്. അപ്പൊ ഇതിൽ പ്രധാനമായിട്ടും ഏത് നിയോജക മണ്ഡലത്തിലായാലും ആ സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി, വിജയസാധ്യത മാത്രം കണക്കിലെടുത്തുകൊണ്ട് അവിടെ BDJS ആണോ 2020 ആണോ അല്ലെങ്കിൽ BJP ആണോ എന്നുള്ളൊരു തീരുമാനം എടുക്കും. അപ്പോൾ എനിക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ ഇപ്പോൾ എറണാകുളം ടൗണിൽ, എറണാകുളം മണ്ഡലത്തിൽ കൊണ്ടുവരാൻ പറ്റിയാൽ ആ 3 സ്ഥാനാർത്ഥികളിലും ഏറ്റവും മെച്ചം 2020 ആണ്, വിജയസാധ്യത അതാണെന്നുണ്ടെങ്കിൽ 2020 ആയിരിക്കും അവിടെ മത്സരിക്കുക. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. അത് പാർട്ടിയിലെ ഒരു തർക്കമില്ല അവിടെ. അപ്പൊ വിജയസാധ്യത മാത്രമാണ് ഞങ്ങൾ കണക്കിലെടുക്കുന്നത്. അല്ലാതെ സീറ്റിന് വേണ്ടിയിട്ട് അടിപിടി കൂടി അത് ആരെങ്കിലും മത്സരിക്കുക എന്നുള്ളൊരു നിലപാട് ഞങ്ങൾ എടുത്തിട്ടില്ല. ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ടാവുമല്ലോ, ഇപ്പൊ ഒരു NDA പോലത്തെ ഒരു കൂട്ടുകക്ഷിയില്, അപ്പൊ ആ സ്ക്രീനിങ് കമ്മിറ്റിയിൽ താങ്കളുണ്ടോ? അപ്പൊ താങ്കളുടെ അഭിപ്രായങ്ങൾക്ക് അവിടെ സ്വീകാര്യത? അതില് ഞാൻ അടക്കമുണ്ട്. അഭിപ്രായം അവർ കേൾക്കേണ്ടതാണ് അല്ലേ, സ്വാഭാവികമായി. അത് അവര് കേൾക്കുക എന്നുള്ളതല്ല, ഞങ്ങളെല്ലാവരും കൂടി കേൾക്കുക. ഞങ്ങളെല്ലാവരും കൂടി കേട്ട് ഞങ്ങളൊരു തീരുമാനം എടുക്കും. ഇതില് അവര് ഇവര് എന്നുള്ള ഒരു തിരിവ് ഞങ്ങളിലില്ല. അതാണ് ഞങ്ങളുടെ ഐക്യം. ഞങ്ങളുടെ ഐക്യമാണ് ഇതുവരെ ഞങ്ങളെ ഈ നിലയിലേക്ക്. കാരണം NDA ഇത്രമാത്രം, ഇപ്പൊ ഇന്ന് ആദ്യം NDAക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ആളുകള് ഇപ്പൊ സീറ്റുകളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ തന്നെ എത്ര കിട്ടുമെന്നുള്ള രീതിയിലായി അത്. അപ്പൊ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയത് തന്നെ ഞങ്ങളുടെ ഐക്യമാണത്. അയ്യോ, അതൊന്നും പ്രവചിക്കാനായിട്ട് ഈ ലോകത്തിൽ ആർക്കെങ്കിലും സാധിക്കുമോ? ഒരാൾക്ക് സാധിക്കില്ല. നമ്മളുടെ വലിയ വലിയ സർവേകൾ ഇവിടെ നടന്നിട്ടുണ്ട്. ആ സർവേകളെയൊക്കെ തകർത്തുകൊണ്ടാണ് പല റിസൾട്ടുകളും വന്നിരിക്കുന്നത്. അപ്പൊ ഈ ലോകത്തില് ഒരാൾക്കും ആ കാര്യം ഇത് ചെയ്യാൻ പറ്റില്ല. ഇനി തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പല കാര്യങ്ങൾ ഇതിനോടൊപ്പം നടക്കാനുണ്ടത്. അപ്പോൾ ഓരോ ദിവസവും അതിന്റെ സ്ഥിതി വിശേഷങ്ങൾ മാറിക്കൊണ്ടിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, അങ്ങനെ പ്രതീക്ഷയും എനിക്കില്ല. എന്റെ പ്രതീക്ഷ ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റുമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ആര് വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതാണല്ലോ ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ 4 ആഴ്ചയായുള്ളൂ NDAയിട്ട് വന്നിട്ട്. ഞാൻ ആ 4 ആഴ്ചയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രിയെ കാണണമെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയാൽ എനിക്ക് അതിനകത്തേക്ക് കയറാൻ പറ്റുമോ? എനിക്ക് ഇന്നാണ് അങ്ങനെ ഒരു സാഹചര്യം വന്നത്. BJP നേതാക്കന്മാരുമായിട്ടല്ലല്ലോ, പ്രധാനമന്ത്രിയല്ലേ കാണേണ്ടത്.
പ്രധാനമന്ത്രിയെ കാണണമെങ്കിൽ എനിക്ക് ഇപ്പോഴാണ് അതിനുള്ള ഒരു അവസരം ഒരുങ്ങി വന്നത്. അദ്ദേഹത്തിനോട് സംസാരിക്കാനും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുവാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് ഉണ്ടായത് ഇപ്പോഴാണത്. അതനുസരിച്ച് നമ്മൾ പോകുന്നു. അല്ലാതെ ഇതിനകത്ത് സഭാ പ്രശ്നം പരിഹരിച്ചത് കൊണ്ട് എല്ലാവരും 2020 അല്ലെങ്കിൽ ഞാനിതിൽ ഇടപെട്ടത് കൊണ്ട് 2020 വോട്ട് ചെയ്യണമെന്ന് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊട്ട് പറയുകയുമില്ല. അത് അവരുടെ എല്ലാം വ്യക്തി സ്വാതന്ത്ര്യമാണത്. അപ്പോൾ വോട്ടിന് വേണ്ടിയിട്ടല്ല ഈ പ്രശ്നം. ഇത് ഞാൻ പറഞ്ഞ 114 വർഷമായിട്ട് നടക്കുന്ന ഒരു പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇനി വരുന്ന തലമുറകളായിട്ട് ഇതിന്റെ വിപത്ത് ചുമക്കേണ്ടതായിട്ട് വരും. അതിനൊരു നല്ല കാര്യം ചെയ്യുന്നു, അതിൽ കവിന് ഒന്നും ആലോചിക്കണ്ട. ഇത് തീരണ്ടെന്നാണോ നിങ്ങൾ പറയുന്നത്? എല്ലാവരും തമ്മിത്തല്ലി ചാവട്ടെ എന്നാണോ പറയുന്നത്? നമ്മൾ എന്താ അങ്ങനെ ചിന്തിക്കുന്നത്? ഒരു പ്രശ്നം പ്രധാനമന്ത്രി ഇടപെട്ട് ഈ കൊച്ചു കേരളത്തില് ഒരു ചെറിയൊരു വിഭാഗത്തിന്റെ പ്രശ്നം പരിഹരിക്കാനായിട്ട് പ്രധാനമന്ത്രി തന്നെ മുൻകൈ എടുക്കുമ്പോൾ അതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്? അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണല്ലേ? പ്രധാനമന്ത്രിയുടെ മുൻപാകെ അവതരിപ്പിച്ച ആരാണ്? രാജീവ് ചന്ദ്രശേഖർ? അല്ലല്ല, അത് അവിടെ നിന്ന് ബാവ വന്നപ്പോൾ ബാവ തന്നെയാണ് അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിച്ചത്. ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായിരുന്നു. കാരണം അവിടെ ഞങ്ങളുടെ അല്ല അവിടെ സംസാരിക്കേണ്ടത്. ഇനിയിപ്പോ മറിച്ച് ഓർത്തഡോക്സ് വിഭാഗത്തിനെയും അവിടെയും ബാവയെ കണ്ട് ഞാൻ സംസാരിച്ചിരുന്നു. ഞാൻ അദ്ദേഹത്തോടും പ്രധാനമന്ത്രിയെ കാണുന്നതിനെ പറ്റി സൂചിപ്പിച്ചിരുന്നു. നോക്കാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ഡൽഹിയിൽ വെച്ചായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ വരുമ്പോഴായിരിക്കാം. അതെല്ലാം ഇനിയിപ്പോൾ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. അതനുസരിച്ച് അതിന്റെ ചർച്ചകളും അതിന്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും.